Hello everyone, welcome to our new video. So, in the Assistant Engineer, Harbour Engineering Department, Parisha. This is 89/2024 question paper code. Now, the provisional key Kerala PSC website. We will key discuss. So, yes. So, channel subscribe video like start നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി ആവറേജ് പവർ ഇൻ വാട്ട് ഡെലിവേർഡ് ടു ഇംപിഡൻസ് കൊടുത്തിട്ടുണ്ട് 8 - J4 ohm ബൈ ഐഡിയൽ കറണ്ട് സോഴ്സ് IT 4 sin ωt plus 30 degree ampere ഈസ്. ഓക്കെ, ആവറേജ് പവർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 64 വാട്ട്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, so next one, a sine wave has a peak value of 20 volt. Its peak factor is, okay, peak factor, form factor ഒക്കെ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. സോ അത് പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സൈൻ വേവ് ആയിക്കോട്ടെ, സ്ക്വയർ വേവ് ആയിക്കോട്ടെ, ട്രയാങ്കിൾ ആയിക്കോട്ടെ, സോ ടൂത്ത് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സോ അതിൻ്റെ ആൻസർ 1.414 എന്നുള്ളതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദി ഇൻപുട്ട് വോൾട്ടേജ് ടു എ കൺവേർട്ടർ ഈസ് ഗിവൺ ബൈ VT equal to 200 sin 100 pi TV. Current drawn by the converter 10 sin 100 pi T minus 60 plus 10 sin 300 pi T plus 45, 2 sin 700 pi T minus 30. Active power drawn by the converter is. So അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 500 വാട്ട് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കീ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ, the capacitor shown in figure is initially charged to V0 is equal to 100 volt, upper plate positive, switch is closed at t equal to 0, current through the circuit at t equal to 0, and final voltage across capacitor are respectively. Okay, so അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 10 ആംപിയറും 200 വോൾട്ടുമാണ്. ഓപ്ഷൻ എ ആണ് നിങ്ങളുടെ പ്രൊവിഷണൽ കീ പ്രകാരം വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, ദി റെസണന്റ് ഫ്രീക്വൻസി ഓഫ് ദി സർക്യൂട്ട് in figure is given below by R equal to 10 ohm, L1 L2 10 millihenry, M mutual inductance 5 millihenry, then capacitance value 0.03 microfarad. So resonance frequency എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 5.3 കിലോഹെർട്സ് ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, പവർ ഡെലിവേർഡ് ടു 400 ohm if n equal to 10. ഇവിടെ ഉള്ള ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കൊടുത്തിട്ടുണ്ട്. n 10 ആണെങ്കിൽ പവർ ഡെലിവേർഡ് ടു 400 ഓമിലേക്കുള്ള പവർ ഡെലിവേർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 64 വാട്ട്സ് ആണ്. നെക്സ്റ്റ്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആൻഡ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഈസ് 180 degree ഫോർ എ സീരീസ് RLC സർക്യൂട്ട്. കറണ്ട് ആക്സെപ്റ്റഡ് അറ്റ് റെസണൻസ് ഈസ് മാക്സിമം ഇൻ എ പാരലൽ RC സർക്യൂട്ട്. ദി sum of inductor and capacitor current is maximum at a resonance in a parallel RLC circuit. താഴെ പറയുന്നതിൽ ഏതാണ് ട്രൂ? നല്ല ക്വസ്റ്റ്യൻസ് ആണ്, വളരെ നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. നെറ്റ്വർക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ടൈം കുറേയധികം കളയാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് കറക്റ്റ് കൺസെപ്റ്റ് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇതിലാകെ കറക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? Yes, phase angle between voltage across inductor and voltage across capacitor is 180 degree for series RLC അല്ലേ. കറണ്ട് ആക്സെപ്റ്റഡ് അറ്റ് റെസണൻസ് ഈസ് മാക്സിമം ഇൻ പാരലൽ എന്ന് പറഞ്ഞില്ലേ. കറണ്ട് മാക്സിമം ആണോ? അല്ല, കറണ്ട് മാക്സിമം ആയിട്ട് വരുന്നത് സീരീസിലാണ് അല്ലേ. യെസ്, സോ ഓൺലി 1 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓൺലി 1 ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വരുന്നത്, വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് XC സോ ദാറ്റ് ദി സർക്യൂട്ട് ഈസ് റെസിസ്റ്റീവ്. ഓക്കെ, സോ അതിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങളുടെ പ്രൊഫഷണൽ കീഴിലുള്ളത് ഓപ്ഷൻ സി 10 ohm ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഇൻ ദി ഫിഗർ ബിലോ ദി സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ത്രൂ ദി ഇൻഡക്ടർ ഈസ്. സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി √2 sin 2t minus 15 degree എന്നാണ്. ദെൻ ഇൻ എൻ RL സർക്യൂട്ട് ഷോൺ പവർ കൺസ്യൂംഡ് ബൈ 20 ohm റെസിസ്റ്റർ ഈസ് ഗിവൺ ആസ് 80 watt. ദെൻ ദി പവർ ഫാക്ടർ ഓഫ് ദി സർക്യൂട്ട് ഈസ്. സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 0.707. നെക്സ്റ്റ് വൺ, ദി മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ കോയിൽ ഓഫ് വയർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുകയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ. ഓക്കെ, ദെൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ 2 കോയിൽ ഡിപ്പെൻഡ്സ് ഓൺ ദെയർ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഓപ്ഷൻ ഡി കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്.
ദി മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നാച്ചർ എന്താണ്? അത് സർക്കുലർ ആണ്. ഓക്കെ. നെക്സ്റ്റ്, ദി ഇൻഡക്ടർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ ഇൻ എൻ എ സി സർക്യൂട്ട്. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് അക്രോസ് ദി റെസിസ്റ്റർ ഈസ്. ഇൻഡക്ടർ സർക്യൂട്ട് അല്ലേ, സോ 0 ഡിഗ്രി ആണ്. സീരീസ് വിത്ത് ദി റെസിസ്റ്റർ ആണ്. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് അക്രോസ് ദി റെസിസ്റ്റർ. കണ്ടോ, റെസിസ്റ്ററിന് അക്രോസ് ഉള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, ഇൻഡക്ടറിൻ്റെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ 0 ഡിഗ്രി ആണ് വരിക. നെക്സ്റ്റ്, വിച്ച് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ദി കോർ ഓഫ് ആൻ ഇൻഡക്ടർ ഓഫ് ട്രാൻസ്ഫോമർ ഡ്യൂ ടു ഇറ്റ്സ് ഹൈ പെർമബിലിറ്റി. ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, അയേൺ ആണ് വരുന്നത്. ദി പവർ ഫാക്ടർ ഓഫ് ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ കണക്റ്റിംഗ് ഏത് രീതിയിലാണ് നമുക്ക് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുക? കപ്പാസിറ്റർ ഇൻ പാരലൽ. ദി മാഗ്നറ്റിക് റിലക്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ റിലക്റ്റൻസ് അല്ലേ ഏതിന് പ്രൊപ്പോർഷണലാണ്? യെസ്, ഓപ്ഷൻ ബി, പെർമിയബിലിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മാഗ്നറ്റിക് ഇൻസുലേറ്റർ എന്നുള്ളതാണ്. എയർ, അയൺ, കോപ്പർ, നൺ ഓഫ് ദി എബോവ്. സോ ഇതെല്ലാം മാഗ്നറ്റിക് ഇൻസുലേറ്റർ അല്ല. ഇപ്പം എയർ ആണെങ്കിലും നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ എന്താ, മാഗ്നറ്റിക് ഫീൽഡിനെ അത് ബ്ലോക്ക് ചെയ്യുകയൊന്നും ചെയ്യില്ലല്ലോ. സോ അതുകൊണ്ട് നമുക്ക് എയർ എന്നും പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ. സോ നൺ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദി റേഷ്യോ ഓഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ റിംഗ് ഷേപ്പ്ഡ് കോയിൽ വിത്ത് മീൻ ഡയമീറ്റർ 200 mm കണ്ടെയ്നിങ് 500 ടേൺസ് is wound on a wooden core and iron core of diameter 200 mm. The current is 5 ampere. Relative permeability of iron is 600. So, രണ്ട് മെറ്റീരിയൽ വൗണ്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ പറയുന്നത് 1:600 ആണ് വരിക. എന്തുകൊണ്ടാണ്? റിലേറ്റീവ് പെർമിബിലിറ്റി ടൈംസ് ആയിട്ടാണ് വരിക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് എ പോയിന്റ് 60 mm ഇൻ എയർ ഫ്രം എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് എ കറണ്ട് ഓഫ് 500 ampere. സോ അതിൻ്റെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി, 1.67 × 10⁻⁷ ടെസ്ലയാണ്. പൊളാരിറ്റി ഓഫ് എ ഡി സി ജനറേറ്റർ ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ. പൊളാരിറ്റി എങ്ങനെയാണ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുക? യെസ്, റിവേഴ്സിംഗ് ദി ഫീൽഡ് കറണ്ട് ഓർ റിവേഴ്സിംഗ് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. രണ്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. യെസ്, ഹിസ്റ്റീരിസിസ് ലോസ് ഇൻ എ ഡി സി മെഷീൻ ഡിപ്പെൻഡ്സ് ഓൺ. ഹിസ്റ്റീരിസിസ് ലോസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? യെസ്, മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി കറക്റ്റാണ്. വോളിയം ആൻഡ് ഗ്രീഡ് ഓഫ് അയൺ കറക്റ്റാണ്. ഫ്രീക്വൻസി ഓഫ് മാഗ്നറ്റിക് റിവേഴ്സൽ എല്ലാം കറക്റ്റാണ് അല്ലേ. യെസ്, അതിന് ഇക്വേഷൻ തന്നെയുണ്ട്. അപ്പോൾ അത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓൾ ഓഫ് ദി അബവ് ചൂസ് ചെയ്യാം. ഇഫ് ദി ഡയറക്ഷൻ ഓഫ് പവർ ഫ്ലോ ചേഞ്ചസ് എ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോർ ബിക്കംസ്. യെസ്, സോ ഇറ്റ് വിൽ ബിക്കം ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ. If the terminal voltage of DC generator remains the same as the no load terminal voltage, it is a cumulative compound generator എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ്, 230 volt 100 watt bulb is connected in series with the primary of 230 115 volt 5 kVA transformer. If the primary is energized from 230 volt supply and secondary is open, the lamp will have. So lamp poor brightness ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആൻസർ ആയിട്ട് വരിക. കാരണം എന്താ, പ്രൈമറിയിൽ 230 വോൾട്ട് അല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പം പ്രൈമറി 230 ആണെങ്കിൽ സെക്കൻഡറി 115 വോൾട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മുടെ ബൾബിൻ്റെ റേറ്റിംഗ് 230 വോൾട്ടാണ്. അപ്പോൾ എന്താണ്, ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല അല്ലേ, കുറയും. പുവർ ബ്രൈറ്റ്നസ് ആയിരിക്കും. ലിറ്റിൽ ലെസ് ദാൻ അല്ല, പുവർ ബ്രൈറ്റ്നസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ദെൻ ഇൻ എ ട്രാൻസ്ഫോമർ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കേഴ്സ് വെൻ ദി പവർ ഫാക്ടറീസ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത് എപ്പോഴാണ്? യെസ്, ലാഗിങ്ങിൻ്റെ കേസിലാണ് വരിക. ദെൻ റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഫ്ലക്സസ് ഇൻ 3 phase ഇൻഡക്ഷൻ മോട്ടോർ വൈൽ റണ്ണിങ്. ഓക്കെ, എന്താണ് റിലേറ്റീവ് സ്പീഡ് വരിക? യെസ്, 0 ആണ് വരിക അല്ലേ. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഫ്ലക്സസ് ആണ് കേട്ടോ. ഫ്ലക്സ് തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് എപ്പോഴും 0 തന്നെയാണ് വരിക. മെക്കാനിക്കലായിട്ടുള്ള സ്പീഡിലാണ് വ്യത്യാസം വരിക, സ്ലിപ്പൊക്കെ വരുന്നുണ്ടാവുക. Then if the mechanical load on a 3 phase induction motor is increased, its power factor എന്താ വ്യത്യാസം വരിക? It will also increases. The advantages of short pitch winding. Short pitch winding ന്റെ advantage എന്ന് പറയുന്നത് suppression of harmonics. For a constant load, magnitude of armature current is high for, yes, it is high for low values of field excitation and high values of field excitation. അപ്പം both A and B ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. Then digital ആണ്. Octal representation of an integer is 372 suffix 8. If this were to be treated as an 8-bit integer in an 8085 based computer, its decimal equivalent is. Okay. So ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക
ഓപ്ഷൻ സി -6 ആണ്. ഒക്ടൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ കൊടുത്തു. ഇതിനൊരു 8 ബിറ്റ് ഇൻറ്റിജർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവുക? അപ്പം 3 എങ്ങനെ ചെയ്യുക? 0 1 1 എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക 3. ദെൻ 7 1 1 1. ദെൻ 2 റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 0 1 0 അല്ലേ? യെസ്. ദി ഒക്ടൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ഇൻറ്റിജർ ഈസ് 372. If this were to be treated as an 8-bit integer in 8085 based computer, its decimal equivalent is. സോ ഇതിൻ്റെ MSB നോക്കിയേ. MSB പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് നമ്പറാണ്. നിങ്ങൾ ഇതിൻ്റെ പവേഴ്സ് നോക്കുന്ന സമയത്ത് 6 എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ടാവും അല്ലേ? യെസ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഡാഷ് കോഡ് ഈസ് യൂസ് ടു ഡിജിറ്റൽ മെഷറിംഗ് ഡിവൈസ് ബിക്കോസ് ഇറ്റ് റെഡ്യൂസസ് ദി ലൈക്ലിഹുഡ് ഓഫ് എറേഴ്സ്. ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? യെസ്, ഗ്രേ കോഡാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് ആർ അവൈലബിൾ ഇൻ എ യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ? സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1 2 and 3. ഷിഫ്റ്റ് ലെഫ്റ്റ്, ഷിഫ്റ്റ് റൈറ്റ്, ദെൻ പാരലൽ ലോഡ്, സീരീസ് ലോഡ് ഇല്ല അല്ലേ? യെസ്. ദെൻ അസേർഷൻ റീസൺ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഫ്രീ ഫ്രം മൾട്ടിപ്പിൾ ട്രിഗറിംഗ്. റീസൺ ഇൻ ദി മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ സ്ലേവ് പ്രിവെൻറ്റ്സ് ദി മൾട്ടിപ്പിൾ ട്രിഗറിംഗ് സിൻസ് ഇറ്റ് ഈസ് ക്ലോക്ക് സിഗ്നൽ ഈസ് ഇൻവേർട്ടഡ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. രണ്ടും കറക്റ്റ് തന്നെയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. ദി റെസൊല്യൂഷൻ ഓഫ് 4-bit DAC വിത്ത് എ റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 to 5. അപ്പം 5 ഡിവൈഡഡ് ബൈ 2n-1 ചെയ്താൽ മതി. അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടാവുക ഓപ്ഷൻ എ 0.33 കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻപുട്ട് സിഗ്നൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ സ്ലോ പെരിഫറൽ ടു ഗെറ്റ് എക്സ്ട്രാ ടൈം ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് 8085? എന്താണ് ആൻസർ ആയിട്ട് വരിക? യെസ്, അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, റെഡി. ദെൻ വിച്ച് ഇൻട്രപ്റ്റ് ഹാസ് ഹയസ്റ്റ് പ്രയോറിറ്റി? ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ആർക്കാണ്? ട്രാപ്പിനാണ് അല്ലേ? സോ 37A ആണ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 8085 മൈക്രോ പ്രോസസർ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്? താഴെ പറയുന്ന പോലെ ഏതാണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. സോ 8085 മൈക്രോ പ്രോസസർ ഹാസ് ബൈ ഡയറക്ഷണൽ അഡ്രസ് ബസ്. അഡ്രസ് ബസ് എപ്പോഴും യൂണി ഡയറക്ഷനാണ്. ഡാറ്റ മാത്രമാണ് എന്താണ് ബൈ ഡയറക്ഷൻ ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റ്. ഇൻ 8085 മൈക്രോ പ്രോസസർ ലെറ്റ് ദി അക്യുമുലേറ്റർ കണ്ടെയ്ൻ ദി വാല്യൂ ഓഫ് 0AH ആൻഡ് രജിസ്റ്റർ C കണ്ടെയ്ൻ ദി വാല്യൂ ഓഫ് 05H. ആഫ്റ്റർ കമ്പയറിംഗ് C ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ്. അപ്പോൾ അവർ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത് അല്ലേ? യെസ്, എന്ത് സംഭവിക്കും? 0 ഫ്ലാഗ് ആൻഡ് ക്യാരി ഫ്ലാഗ് വിൽ ബി റീസെറ്റ്. നെക്സ്റ്റ് വൺ, വാട്ട് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ഡ്യൂറിംഗ് ദി ഫസ്റ്റ് T സ്റ്റേറ്റ് ഓഫ് എവറി മെഷീൻ സൈക്കിൾ ഇൻ 8085? ഓക്കെ, എന്താണ്? ലോ ബൈറ്റ് അഡ്രസ് ഈസ് ലാച്ച്ഡ് ഇൻ ടു എൻ എക്സ്റ്റേണൽ ലാച്ച് യൂസിങ് അഡ്രസ് ലാച്ച് എനേബിൾ സിഗ്നൽ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അത് ഫെച്ച് സൈക്കിളിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. യെസ്. നെക്സ്റ്റ് വൺ, പവർ സിസ്റ്റം എക്സ്പീരിയൻസ് എ കൊറോണ ലോസ് ഓഫ് 1 kW/km per phase അറ്റ് എ ഫ്രീക്വൻസി ഓഫ് 50 Hz. ഇഫ് ദി ഫ്രീക്വൻസി ഈസ് ഇൻക്രീസ് ടു 100 Hz വൈൽ കീപ്പിംഗ് എവറിത്തിങ് എൽസ് കോൺസ്റ്റൻറ്റ്, ഹൗ മച്ച് വിൽ ബി ദി കൊറോണ ലോസ് ചേഞ്ച്? എന്താണ് വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. സോ 1.667 ആണ് കേട്ടോ. ഫ്രീക്വൻസി ഡബിൾ ആകുമ്പം അതേ രീതിയിലാണോ ഉണ്ടാവുക? അതേ രീതിയിലല്ല, ഫ്രീക്വൻസി തമ്മിലുള്ള വേരിയേഷൻ വേറെ രീതിയിലാണ് അല്ലേ? സോ 1.667 ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ ഫോർ ട്രാൻസ്മിഷൻ ലൈൻ എക്സ്പീരിയൻസിങ് സിവിയർ പവർ സർജസ് വാട്ട് ടൈപ്പ് ഓഫ് റിലേ ഓഫേഴ്സ് ദി മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ ഫോൾട്ട് ഡിറ്റക്ഷൻ ആൻഡ് ഐസൊലേഷൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സോ അതിൻ്റെ ആൻസർ ആയിട്ട് വരിക മോ റിലേ. ഓക്കെ, യെസ്. നെക്സ്റ്റ്, സിൻക്രണസ് മെഷീൻ ഹാസ് a per unit impedance of 0.4 at a specific base voltage. If we select a new base voltage that is 2 times higher, what will be the new per unit impedance of the machine? എന്താണ് ആൻസർ വരിക? 0.1 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. യെസ്. നെക്സ്റ്റ്, ദി ഫെറാൻറ്റി എഫക്റ്റ് ഡിസ്ക്രൈബ്സ് എ ഫിനോമിനൻ ഇൻ ലോങ് ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ. വെൻ ഈസ് ദി ഫെറാൻറ്റി എഫക്റ്റ് മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ? ഫെറാൻറ്റി എഫക്റ്റ് എപ്പോഴാണ് കൂടുതലായിട്ട് ഒക്കർ ചെയ്യാൻ സാധ്യത എന്നാണ് ചോദ്യം. സോ വെൻ ദി ലൈൻ ഈസ് ലൈറ്റ്ലി ലോഡഡ് ഓർ നോ ലോഡർ കണ്ടീഷൻ അല്ലേ? യെസ്, ലൈറ്റ്ലി ലോഡഡോ നോ ലോഡർ കണ്ടീഷനിലാണ് ഫെറാൻറ്റി എഫക്റ്റ് ഉണ്ടാകുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. എ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഒക്കേഴ്സ് ഓൺ എ പവർ സിസ്റ്റം. ദി കറണ്ട് ഇൻ ദി ഫോൾട്ടഡ് ഫേസ് ഈസ് മെഷേർഡ് അറ്റ് 300 ആംപിയർ. വാട്ട് വിൽ ബി ദി സീറോ സീക്വൻസ് കറണ്ട് ഇൻ ദി സിനേറിയോ? സോ ഓപ്ഷൻ 100 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. Next one, a single line to ground fault occurs on a 3-phase system with an ungrounded neutral and a line to neutral voltage of 11 kV. To what value will the voltage on the healthy phase most likely to rise? So the answer option B, √3 into 11 kV എന്നാണ്.
നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ക്രിട്ടിക്കൽ ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻസ് ദി സ്റ്റെബിലിറ്റി ഓഫ് പവർ സിസ്റ്റം അണ്ടർ സ്മോൾ ഡിസ്റ്റർബൻസസ്? എന്താണ്? യെസ്, സിസ്റ്റം ഇനേഷ്യ അല്ലേ. Then why does the voltage across the disk of string of suspension insulators with identical disk differ even though they are connected in series? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, ഷണ്ട് കപ്പാസിറ്റൻസ് ടു ഗ്രൗണ്ട്. Then string efficiency is an important consideration for designing transmission line. Why is it important to have high string efficiency? എന്താണ് ഹൈ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത? It ensures more uniform distribution of voltage stress across the disk. Then SF6 circuit breaker is widely used in high voltage application. What is the primary reason for this preference over other type of breakers? കാരണം ഇതൊക്കെ കൺസെപ്റ്റാണ് ഇവർ ചോദിക്കുന്നത്. ഇതൊക്കെ കൺസെപ്റ്റ് അറിയുന്നവർക്ക് മാത്രം അല്ലേ, ചുമ്മാ എന്തെങ്കിലും വാല്യൂസോ ഇക്വേഷനോ മാത്രം പഠിച്ചു പോയ ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടില്ല. ദി സുപ്പീരിയർ ഇൻസുലേറ്റിംഗ് ആൻഡ് ആർക്ക് ക്വഞ്ചിങ് പ്രോപ്പർട്ടി അല്ലേ, വളരെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളതാണ് SF6. ആർക്ക് ക്വഞ്ചിങ് പ്രോപ്പർട്ടീസ് കൂടുതലാണ്, സുപ്പീരിയർ ഇൻസുലേറ്റിംഗ് പവറാണ്. ദെൻ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് കയറാണ്. ദി ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദി സിസ്റ്റം ഈസ് ഷോൺ ഈസ് 1/SQ plus 3S² plus 2S. ദെൻ വാട്ട് വുഡ് ബി ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് G? സോ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1/S² plus S. Then a system has two resistors with values of 6 ohm, 10 ohm, inductor with a value of 2 Henry, voltage source serving the system input, connect these components in series, determine the transfer function of the system if the voltage across the 6 ohm resistor is the output. So answer വരുന്നത് ഓപ്ഷൻ എ ആണ്, 3/S plus 8. The following statement represent the transient performance of two systems. System A has setting time of 4 seconds and peak overshoot of 15%. B has 2 seconds setting time and 25% peak overshoot. Then which of the following statement is true എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. സിസ്റ്റം എ എക്സിബിറ്റ് സ്ലോവർ റെസ്പോൺസ്, ബെറ്റർ റിലേറ്റീവ് സ്റ്റെബിലിറ്റി. ദെൻ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഓർഡറും ടൈപ്പും എഴുതാനാണ് ചോദിക്കുന്നത്. സോ അതിൻ്റെ ഓർഡറും ടൈപ്പും എന്താണ്? ഓർഡർ 5 ആണ്. ദെൻ ടൈപ്പ് ഓഫ് ദി സിസ്റ്റം 3 ആണ്. ഓക്കെ, യെസ്, കാരണം എന്താ ഇവിടെ നോക്കിയാൽ ഇവിടെ S³ ഉണ്ട്, ഇവിടെ S² ഉണ്ട് അല്ലേ. ദെൻ S² കട്ടായി പോകും. Yes. Then the steady state error of a system to a step input is 0.2. The system is now cascaded with an integrator. The steady state error to a ramp input will be. Answer option B, 0.25 ആണ്. Negative feedback closed loop system is being applied with a voltage of 10 volt. System has a forward gain of 5 and feedback gain of 0.2. Output voltage and error voltage are. So answer option D ആണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റെബിലിറ്റി ആവാൻ വേണ്ടിയിട്ട് കെയുടെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഹാസ് പോളാർ പ്ലോട്ട് ദാറ്റ് ഇന്റർസെക്ട് ദി റിയൽ ആക്സിസ് അറ്റ് -5. ദി സിസ്റ്റംസ് മെയിൻ ഗെയിൻ മാർജിൻ ഇൻ ഡെസിബൽ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, -13.96. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദി അഡ്വാൻറ്റേജ് ഓഫ് കൺവേർട്ടിംഗ് ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഗെയിൻ ഇൻ ടു അഡീഷൻ? സോ ആൻസർ ഓപ്ഷൻ എ ആണ്, ബോർഡ് പ്ലോട്ട്. ദി എലമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് കോളം ഓഫ് റൂത്ത് ടേബിൾ ആർ 1, 3 -0.5602. ഇറ്റ് മീൻസ് ദാറ്റ് എത്ര സൈൻ ചേഞ്ച് ഉണ്ട് നോക്കിയാൽ മതി അല്ലേ. അവിടുത്തെ സൈൻ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം 2 റൂട്ട് റൈറ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു ക്വസ്റ്റൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് ഓർമ്മയുണ്ടോ അല്ല? ഇതേ എക്സാക്റ്റ് സാധനം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. Then the following statement refers to condition of successful turn off of SCR when given a single triggering pulse when the SCR is connected to RL load. So അതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1, 3, 5 ആണ് കറക്റ്റ്. ദെൻ 62ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 63 ഓപ്ഷൻ സി ആണ്. കോൺഫിഗറേഷൻ ഓഫ് എ 3-phase ഹാഫ് കൺട്രോൾഡ് കൺവേർട്ടർ, 3 SCR 3 ഡയോഡും അല്ലേ. ഹാഫ് ആയതുകൊണ്ടാണ് അവിടെ 3 ഡയോഡ് വന്നത്. ദെൻ 64ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 65 വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറിൻ്റെ ആണ്, ഓപ്ഷൻ എ ആണ്. ദെൻ 66 ഓപ്ഷൻ എ. 67 വരുന്നത് ഓപ്ഷൻ ബി. ദെൻ 68 വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ് ചോദ്യം? ചോപ്പറിൻ്റെ ആണ് അല്ലേ. DC ലോഡ് കറണ്ട് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ വൈസ് പ്രോബ്ലം ആണ്. ദെൻ 69 എ ആണ്. ദെൻ 70യുടെ ആൻസർ ആയിട്ട് വരുന്നത് സർക്യൂട്ട് ബിലോ ഷോൺ ആൻ ആംപ്ലിഫയർ വിത്ത് ഇൻപുട്ട് വോൾട്ടേജ് 0.02. സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, -1.3.
the ratio of difference between measured value and true value to the true value of a value under measurement is relative static error. Then which of the following is the fixed coil in an electrodynamometer type wattmeter? എന്താണ്? യെസ്, നമ്മുടെ കറണ്ട് കോയിലാണ്. ദെൻ വോൾട്ടേജ് കോയിലാണ്, മൂവിങ് കോയിൽ അല്ലേ. An energy meter can be best categorized as an instrument of energy meter എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് അല്ലേ. എനർജി മീറ്റർ ഇൻ്റഗ്രേറ്റിംഗ് ആണ്, ഡി ആണ്. Then what value is typically expected while measuring the quantity using a PMMC? PMMC നമുക്ക് ഡി സി അല്ലേ, ഡി സി മാത്രമാണ്. സോ ആവറേജ് വാല്യൂ, യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പ്രഷർ കോയിൽ ഓഫ് എ വാട്ട് മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഓൺ ദി സപ്ലൈ സൈഡ് ആൻഡ് കറണ്ട് കോയിൽ ഈസ് കണക്റ്റഡ് ടു ദി ലോഡ് സൈഡ് വെൻ, യെസ്, അതിൻ്റെ ആൻസർ ലോഡ് ഇംപിഡൻസ് ഈസ് ഹൈ ആണ്. കറണ്ട് അണ്ടർ മെഷർമെൻറ്റ് ഈസ് ഗിവൺ ബൈ ഇഫ് മെഷേർഡ് യൂസിങ് മൂവിങ് അയൺ. മൂവിങ് അയൺ ആണെങ്കിൽ RMS വാല്യൂ ആണ് മെഷർ ചെയ്യുക. സോ ഇതിൻ്റെ RMS വാല്യൂ കണ്ടുപിടിക്കുക. 76 ഓപ്ഷൻ ഡി ആണ് കിട്ടുക. ഓക്കെ, യെസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ദി ലീസ്റ്റ് ലോഡിംഗ് എഫക്റ്റ്? CR1 ആണ് ഏറ്റവും കുറവ് ലോഡിംഗ് എഫക്റ്റ് എന്ന് നമ്മൾ കാണാറുണ്ട്. സോ 77ൻ്റെ ആൻസർ ബി ആണ്, CR1. വാട്ട് ആർ ദി ടു മെഷർമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് യൂസിങ് ലിസാജസ് ഫിഗർ? ഫ്രീക്വൻസിയും ഫേസും അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Then the constant load current of 230 volt single phase energy meter 10 ampere unit power factor meter make 2300 revolution 2 hour what be the meter constant? വളരെ ഈസിയാണ്, എപ്പോഴും ചോദിക്കുന്ന സാധനങ്ങളാണ്. സോ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ, 500 revolution per kilowatt hour ആണ്. വാട്ട് ഷുഡ് ബി ദി വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ്? മീറ്റർ എക്സ്റ്റൻഷൻ നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലം ആണ്. സോ ആൻസർ വരിക ഓപ്ഷൻ എ 0.01. ദെൻ സിഗ്നൽസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിഫൈൻസ് എ സിഗ്നൽ? സിഗ്നലിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫൈൻഡ് ദി ഫണ്ടമെൻ്റൽ പീരിയഡ് ഓഫ് ദി സിഗ്നൽ XT = JE⁻J10T. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പീരിയഡിക് സിഗ്നൽ? 83 ഡി ആണ്. ദെൻ 84ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഫണ്ടമെൻ്റൽ പീരിയഡ് 2π ആണ്. ദെൻ ഫോർ എൻ എനർജി സിഗ്നൽ വിച്ച് ഫോളോയിങ് ഈസ് ട്രൂ? എനർജി സിഗ്നലിൻ്റെ കേസിൽ എനർജി ഫൈനൈറ്റ് ആയിരിക്കും, പവർ 0 ആയിരിക്കും അല്ലേ. യെസ്, പവർ 0 ആയിരിക്കും. സോ 85 ബി ആണ്. സോ 85 ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്. ദി സിസ്റ്റം റെപ്രസെൻറ്റഡ് ബൈ ഏത് ടൈപ്പ് ഓഫ് സിഗ്നൽ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി, ഡൈനാമിക് ആൻഡ് നോൺ കോസൽ സിഗ്നൽ സിസ്റ്റം. ഓക്കെ, ദെൻ സിഗ്നൽ x(t) ഹാസ് എനർജി ഈ എനർജി ഓഫ് ദി സിഗ്നൽ x(2t) ആണെങ്കിൽ എന്തായിരിക്കും വരിക എന്നാണ് ചോദ്യം. സോ x(2t) ആണെങ്കിലോ അത് ഈ തന്നെ ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ 88 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 89 ആൻസർ ഓപ്ഷൻ ബി ആണ്. ദെൻ 90 സി ആണ് ആൻസർ. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദി ഇല്ലുമിനൻസ് ഓൺ എ സർഫേസ് 5 meter away from the lamp emitting 1500 lumen. ഓക്കെ, എനിക്ക് തോന്നുന്നു 1500/5² എന്നുള്ള രീതിയിൽ 60 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? 1/d² എന്നുള്ളൊരു ഇക്വേഷൻ ആയിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഡിസ്റ്റൻസ് ഡി എന്നല്ലേ വരിക. ദെൻ ഇത് ക്വസ്റ്റ്യൻ അത്ര കംപ്ലീറ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് എമിറ്റ് 500 lumen. വാട്ട് ഈസ് ദി ലുമിനസ് ഇൻറ്റൻസിറ്റി ഓഫ് ദി സോഴ്സ്? ഇൻറ്റൻസിറ്റി ചോദിക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 40 കാൻഡിലാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ഫ്ലക്സ് ആണ് തന്നിട്ടുള്ളത്, ഇൻറ്റൻസിറ്റി ചോദിച്ചിട്ടുണ്ട്. ഇൻറ്റൻസിറ്റി ചോദിക്കുന്ന സമയത്ത് 500/4π ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് 40 കാൻഡിൽ കിട്ടും. ഇഫ് 2 12 volt batteries each with capacity 150 ampere hour are connected in parallel, what is the total capacity? നമുക്ക് സീരീസ് കണക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് കൂടും, ആംപിയർ അവർ കപ്പാസിറ്റി സെയിം ആയിരിക്കും. പാരലൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ആഡപ്പ് ചെയ്യാണ് ചെയ്യുക. സോ 93 സി ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. 93 സി. 94 LVDT ഹാസ് ആൻ ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് ±10 volt, ഡിസ്പ്ലേസ്മെൻറ്റ് റേഞ്ച് ഓഫ് 10 mm. വാട്ട് ഈസ് ദി സെൻസിറ്റിവിറ്റി ഓഫ് ദി LVDT ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ സി 1 volt/mm. ഒന്നും അധികം നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതാ ഈ നിങ്ങളുടെ ഇതിൻ്റെ യൂണിറ്റ് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ദെൻ 95ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 96ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 97 ഓപ്ഷൻ സി ആണ്. വിച്ച് ടൈപ്പ് ഓഫ് എർത്തിങ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഹോം? ദെൻ 98 ബി ആണ്. 99 വരുന്നത് ഓപ്ഷൻ എ ആണ്. ദെൻ
100 ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ഹൗ മെനി 3.7 വോൾട്ട് 3000 mAh ലിഥിയം അയൺ സെൽ ആർ നീഡഡ് ടു ക്രിയേറ്റ് എ 22.22 വോൾട്ട് ബാറ്ററി പാക്ക്. സോ ഇതിനെ 3നെ 22 ആക്കാൻ വേണ്ടിയിട്ട് എത്ര എണ്ണം വേണ്ടി വരും? 6 18 6 വെച്ച് കഴിഞ്ഞാൽ 6 സീരീസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് വോൾട്ടേജ് കിട്ടും. ദെൻ 3000 AHനെ 6000 AH ആക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യും? പാരലായിട്ട് കണക്ട് ചെയ്യും. സോ 6 സെൽ ഇൻ സീരീസ്, 2 സെൽ ഇൻ പാരലൽ. സോ ഇതാണ് ഇതിൻ്റെ പ്രൊവിഷണൽ കീ കേട്ടോ. കേരള PSC പുറത്തിറക്കിയിട്ടുള്ള പ്രൊവിഷണൽ കീ ഇതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് അതിൻ്റെ വേറെ ഉത്തരങ്ങൾ തോന്നുകയാണ്, അല്ലെങ്കിൽ ഇതല്ല ഇതിൻ്റെ ഇക്വേഷൻ, ഇതല്ല ഇതിൻ്റെ ആൻസർ, ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ ത്രൂ തന്നെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. അതേപോലെ എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. മൊത്തത്തിൽ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് തോന്നുന്നത് കുറച്ചൊരു വായിക്കാൻ ഉള്ളതാണ്. അത് കുറേയധികം നമുക്ക് വായിച്ച് സമയം പോകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണല്ലേ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വരാൻ തന്നെ ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നല്ല കൺസെപ്റ്റ് ഉള്ളൊരു ഉദ്യോഗാർത്ഥി, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണുള്ളത്. കാരണം 100 ചോദ്യവും ആൻസർ ചെയ്യുന്ന ആളായിരിക്കില്ല ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ല റാങ്ക് വാങ്ങുക. മികച്ച രീതിയിൽ ടൈം മാനേജ് ചെയ്തിട്ട് ഈ 100 ചോദ്യങ്ങളിൽ അവൻ അറിയാവുന്ന ഒരു നല്ല ഒരു 60-70 ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയായിരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. കാരണം ആ ഒരു ടൈം അത്രത്തോളം നന്നായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. കാരണം കണ്ടോ, ഇപ്പം നല്ല ടഫായിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കി വളരെ വിദഗ്ധമായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതി പോയിട്ട് ആ രീതിയിൽ ക്രാക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ ഇതൊരു പ്രൊവിഷണൽ കീ മാത്രമാണ്. ചലഞ്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് മാറിയിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ സമയത്ത് ഫൈനൽ കീ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏകദേശം എത്ര ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ആ കാര്യങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്